എന്നിട്ട് 20-ാം വാക്യം പറയാണ്, ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി എപ്പോഴാണ് കാണുന്നത്? അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ. ഞാനോ കിടക്കുന്നത് തീച്ചൂളെ. ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സ്ഥാനത്ത് ധനവാനായിട്ട് ഇരിക്കുകയാണെന്ന് കൂട്ടുക. ഈ ലാസർ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തിന്ന് കുടിച്ച് വീണത് തിന്നും കൊണ്ടിരിക്കുക, അങ്ങനെ അദ്ദേഹത്തുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?